ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ നമ്മുടെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ചയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് പണി എടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് സഹിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ദ കറണ്ട് എനർജി, ദ കറണ്ട് ഇൻറ്റൻഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് ദ 9 of Wands, the King of Pentacles, the Magician card and the Death card. ഒരു സിറ്റുവേഷൻ എൻഡപ്പായി പോയി, അതോടുകൂടി തീർന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറേ ആളെ സംബന്ധിച്ച് എന്താണ്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുകയാണ്. ആ സ്റ്റോക്കിങ് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി പ്രകാരം നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ നിങ്ങൾ അങ്ങോട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും അല്ലേ. കാരണം എന്ന് വെച്ചാൽ അത്രയേറെ മിസ്സിങ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് വ്യക്തിയുടെ മൈൻഡിൽ. പക്ഷേ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് ബ്ലോക്കൊന്ന് മാറ്റിയിട്ട് വന്നിട്ട് കുറച്ച് ആൾക്കാരെ നിങ്ങൾ ഇങ്ങോട്ട് ബ്ലോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നോക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയൊക്കെ ഈ ഒരു ടൈം കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ സ്കോർപ്പിയോൺ എനർജി അല്ലേ, സ്കോർപ്പിയോൺ എനർജി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്കോർപ്പിയോൺ ആകാം. അതുപോലെ തന്നെ സാജിറ്റേറിയസ്, ടോറസ് എന്നുള്ള രീതിയിൽ വളരെ എടുത്തു കാണിക്കുന്ന കുറച്ച് എനർജീസ് ഉണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്കോർപ്പിയോൻ്റെ കാർഡാണ്, ഡെത്ത് കാർഡ് അല്ലേ. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സിറ്റുവേഷൻ എൻഡപ്പായി വീണ്ടും വരികയാണ്. കാരണം ഒരു മോശമായിട്ടുള്ള ടൈമൊക്കെ മാറ്റി വീണ്ടും ഒരു നല്ലൊരു പ്രതീക്ഷേൻ്റെ ഒക്കെ കാലമായിട്ടാണ് ഇത് കാണിക്കുന്നത് പൊതുവെ. പക്ഷേ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും ആ ഒരു സൈക്കിൾ അങ്ങ് അവസാനിക്കുന്നില്ല, വീണ്ടും വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്കിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു ടെൻഡൻസി കൂടുകയാണ്. കാരണം ആ ഒരു വ്യക്തി ഇവിടെ മിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു കാര്യം എടുത്ത് കാണിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ 9 of Wands. ഇവിടെ നിങ്ങൾ മിസ് ചെയ്യാനുള്ള ഏറ്റവും കാരണം ഞാൻ പറഞ്ഞു, ഓർമ്മകളാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇൻഡയറക്റ്റായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മ്യൂച്വലായിട്ട് ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വഴി അറിയാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാൻ ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ മിസ്സിങ് തന്നെയാണ്. നമുക്ക് ഒരുപാട് കാർഡ്, കാരണം ഓർമ്മകളിൽ വീണ്ടും അല്ലെങ്കിൽ അത് തേടി പോകുന്ന ഒരു വ്യക്തി ഇവിടെ ആരൊക്കെ തന്നെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷന് വേണ്ടി ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ പോലും ഈ ഒരു ടൈം നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങളെ മുന്നിലേക്ക് വരാൻ ആ ഒരു വ്യക്തിക്ക് എന്തോ ഒരു പേടി പോലെ, കാരണം നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഇപ്പോൾ പോകെ. കാരണം എന്ന് വെച്ചാൽ ഓരോരോ മോശം അനുഭവത്തോടു കൂടി നിങ്ങൾ ആ ഒരു വ്യക്തി ചെയ്ത തെറ്റ് പോലും ഏറ്റെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു വ്യക്തി ചതിച്ചു എന്നുള്ള രീതിയിലായപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യം നോക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അടുക്ക വരണമെന്നെങ്കിൽ പക്ഷേ ഒരു പൂർണ്ണമായിട്ട് എന്തില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം നിങ്ങൾ എങ്ങനെയാണ് അത് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം മൊത്തം ആ ഒരു ടൈം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈഗോനെ വളരെയധികം ഹേർട്ട് ചെയ്യും എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് എന്താണ്, ഒരുപാട് നിങ്ങളെ ബിട്രേ ചെയ്തു പോയ ഒരു വ്യക്തിയാണ്, ഒരുപാട് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്, നിങ്ങളെ കുറ്റപ്പെടുത്തിയ വ്യക്തിയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ അത് നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പം നമുക്ക് ഇത് തൽക്കാലം നോക്കാം. അതായത് കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് മിസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ടൈം നിങ്ങളോട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഫീൽ ചെയ്ത് നിന്നെ വളരെയധികം മിസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയണം എന്നുള്ള രീതിയിൽ വരുന്നതായിട്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം, എന്നിട്ടും നിങ്ങൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഒരു പ്രൂവിങ് മെൻറ്റാലിറ്റി ഭയങ്കരമായിട്ട്, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്കായിരിക്കും കൂടുതൽ. കാരണം എന്തൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ എത്രത്തോളം വന്ന്, അല്ലെങ്കിൽ വീണ്ടും അവസരം കൊടുത്ത് വന്നപ്പോഴും അത്രത്തോളം കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് കീപ്പപ്പ് ചെയ്യാനുള്ള ചാൻസും കുറച്ചാളെ സംബന്ധിച്ച് കൂടുതലാണ്. കുറച്ച് ആൾക്കാരെ ജെന്യൂനിറ്റി എന്നുള്ളതിനൊക്കെ പക്ഷേ എടുത്തു കാണിക്കുന്ന അതാണ് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്. വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് ദിസ് പേഴ്സൺ? പേജ് ഓഫ് വൺസ്, ജസ്റ്റിസ്, 5 of Wands, the 7 of
ആദ്യം നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് പോകുന്ന പോലെ നോക്കാം, അല്ലെങ്കിൽ പോകുന്ന പോലെ അങ്ങ് പോകട്ടെ. അതായത് ഇപ്പോഴത്തെ ഈ എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എൻജോയ്മെൻറ്റിൻ്റെ റീസൺ എന്താണ്? ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ്സോടു കൂടി നിൽക്കുന്നതൊക്കെ ആ ഒരു വ്യക്തി കാണുന്നുണ്ടാകും. സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള പിക്ചറൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി അറിയുന്നുണ്ടാകാം. ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ വഴി, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അതുവഴി അറിയാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 5 of Wands ജസ്റ്റിസ് കാർഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങൾ വളരെയധികം അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കും എന്നുള്ള രീതിയിലൊക്കെ ബാക്കിയുള്ളവരോട് പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് വേറൊരാൾ വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്കൊരു സ്ലോ എനർജി, റിഗ്രറ്റിംഗ് എനർജി എന്നുള്ള രീതിയിലൊക്കെ കുറച്ചാളെ സംബന്ധിച്ച് കാണിക്കുന്നത്. പക്ഷേ വ്യക്തി വളരെയധികം വെയിറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വിട്ടേച്ച് പോകാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ചെയ്തതിനുള്ള ശിക്ഷ മാത്രമാണ് നിങ്ങളിപ്പോൾ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം വീണ്ടും കപ്പ് ഓഫ് ലവ്, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് കപ്പ് ഓഫ് ലവ് ആയിട്ട് ഓഫർ ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. കാരണം ഇവിടെ എന്ന് പറയുന്നത് വ്യക്തി ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു കംബാക്കാണ്. എത്രത്തോളം ഓർമ്മകളിൽ മാത്രം നിന്ന് ജീവിക്കാൻ പറ്റും എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ്, അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയണം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയണം. അങ്ങനെയുള്ള രീതിയിൽ വീണ്ടും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ബർത്ത്ഡേ മന്തൊക്കെ ഈ ഒരു ടൈം ആയിരിക്കാം, അപ്പോൾ അങ്ങനെ വിഷ് കിട്ടാനുള്ള ചാൻസും നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാണിക്കും. ചിലപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെ, ബർത്ത്ഡേ മന്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം ഒരുപാട് നാൾ മുങ്ങിയ ആൾ പെട്ടെന്നങ്ങ് പോകുക, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ടെൻഡൻസിയൊക്കെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിയുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് അറിയാം ഇപ്പോൾ കലക്ക് വെള്ളമാണ് ഉള്ളത്, പക്ഷേ കലക്ക് വെള്ളം തെളിഞ്ഞോ ഇല്ലയോ, അല്ലെങ്കിൽ വീണ്ടും അത് അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ടെൻഡൻസിയാണ് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. വ്യക്തി അറിയാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നീതി അർഹിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയെന്നുള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ ഭാഗം കൂടി അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കണം, നോക്കാം, വരുന്നിടക്ക് വെച്ച് കാണാം എന്നുള്ള രീതിയിലേക്ക് രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഹൈ പ്രീസ്റ്റസ്, എഗെയിൻ സ്കോർപ്പിയോൺ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ സ്കോർപ്പിയോൺ ആണോ? വാട്ട് അവർ ദൊക്കെ കിങ് ഓഫ് വൺസ് ആണ്. എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എത്ര തന്നെ ഹേർട്ട് ബ്രേക്ക് ചെയ്ത് പോയാലും വളരെ കാംഫുള്ളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നോക്കിക്കണ്ട ഒരു പേഴ്സണാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എന്ത് തന്നെ തെറ്റ് ചെയ്താലും ഈ ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കും. പക്ഷെ അത്രക്കും ഒരു ലൈറ്റ് ഹേർട്ടഡ് ആണ്, അല്ലെങ്കിൽ വളരെ നല്ല മനസ്സുള്ള ആളാണെന്നൊക്കെ അറിയാം. പക്ഷേ പുറമേ കാണിക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറ്റം പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നിങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ എന്താണെന്നും ആ ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തെറ്റുകാരനാവും. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താണ്, ഞാൻ ഈ ഈഗോ എന്നെടുത്ത് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ എനർജി പ്രകാരം, ഇത് എല്ലാവരുടെ അല്ല, കുറച്ച് ആൾക്കാരുടെ എനർജി പ്രകാരം നിങ്ങളുടെ പേഴ്സൺ ഈഗോ കുറച്ച് അധികം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈഗോളായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും വളരെ കാമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ത് സെറ്റ് ചെയ്താലും വളരെ ക്ഷമയോടെ അല്ലെങ്കിൽ എല്ലാം പരിഹരിക്കുക, അല്ലെങ്കിൽ അത് സോൾവ് ആക്കി തരും എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നതായിട്ട് ഇവിടെ ഇതാക്കുന്നുണ്ട്. പുറമേയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർക്കശക്കാരി അല്ലെങ്കിൽ കർക്കശക്കാരനേ ഉള്ളു മൊത്തം പാവമാണ്. കുറച്ച് അടുത്ത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അടുത്തറിഞ്ഞാൽ, അല്ലെങ്കിൽ പുറമേ ഭയങ്കര ജാടിയാണെന്ന് തോന്നിയിട്ട് വളരെ അടുത്തറിയുന്നവർക്ക് മാത്രമേ നിങ്ങൾ വളരെയധികം സോഫ്റ്റ് ഹേർട്ടഡ് ആണ് അല്ലെങ്കിൽ നല്ല ആൾക്കാരാണ് എന്ന് തോന്നുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു വ്യക്തിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം വീണ്ടും ഇങ്ങോട്ടൊരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മെല്ലനെ വന്നാലും, അല്ലെങ്കിൽ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അതന്നെയാണ് കലക്ക് വെള്ളമൊക്കെ തെളിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഇവിടെ പേടിയുണ്ട്, അതുപോലെ തന്നെ എന്താ ചെയ്യാമെന്നും അറിയില്ല, മിസ്സിങ് ആണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, വീണ്ടും ഒന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരാഗ്രഹം പലരെയും സംബന്ധിച്ചുണ്ട്. അതായത്
ഈ ടൈം സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആണ്. പക്ഷെ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും എനർജി പ്രകാരം അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് പലരെയും സംബന്ധിച്ച് കാണിക്കുന്നത്. ഓക്കെ, എൻഡായിപ്പോയി അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അങ്ങനെയുള്ളവർക്കല്ല ഞാനീ പറയുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് ഇവിടെ വീണ്ടും ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇതങ്ങനെ എൻ്റെ ഒപ്പമായി പോകേണ്ട റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ വേറൊരാളെ കെട്ടിപ്പോയി, അങ്ങനെയുള്ളവർക്കല്ല കേട്ടോ. ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയാണ്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത്, ഒരുപാട് ഗൈഡൻസ് ഉണ്ടോ, ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ കിങ് ഓഫ് സോൾഡ്, മെജീഷ്യൻ, ഈസ് ഓഫ് വൺസ്, ബോട്ടം ഓഫ് ദ 6 ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങളെ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്നു, അങ്ങനെയുള്ള പേഴ്സൺ ആണെങ്കിൽ വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്ത് ഒരുപാട് അങ്ങ് ഹേർട്ട് ആവരുത് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു നിമിഷം ആലോചിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എനിക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കിട്ടാൻ പറ്റുന്നതിലും വെർത്തായിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുക. കാരണം കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അതിനുശേഷം ഒരിക്കലും നിങ്ങൾ സഫർ ആക്കരുത്, അല്ലെങ്കിൽ സഫർ ചെയ്യരുത്, വീണ്ടും വിട്ടേച്ച് പോവുക. ആ ഒരു ടെൻഡൻസിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നില്ല, അത് അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ എനിക്കൊരു ഗൈഡൻസ് തരാമെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയാം അല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്താണ് ഇവിടെ ഇൻഫിനിറ്റി എന്നുള്ള ഒരു കാർഡ്, ദ മെജീഷ്യൻ കാർഡിൽ കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ പവർഫുൾ ആവാനുള്ള ചാൻസൊക്കെ ഈ പോകുന്ന ടൈമിൽ, ഇനിയുള്ള ടൈമിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പലരെയും സംബന്ധിച്ച് ഒരു ഓർമ്മ എന്നുള്ള രീതി, ഒരു കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ വ്യക്തിയുടെ മൈൻഡിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എന്താണ്, ആ ഓർമ്മ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ. കാരണം അത് ആക്ഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് മാനിക്കേണ്ടത്. അല്ലാണ്ട് ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, അതൊന്നും കാര്യമില്ല. പകരം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുത്ത് വരട്ടെ, അതിലാണ് വലിയ കാര്യം. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ വർത്താണെന്ന് തോന്നുന്ന, നിങ്ങൾ വളരെ മൂല്യമാണെന്ന് തോന്നുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴാണെങ്കിലും എഫേർട്ട് എടുക്കും. അങ്ങനെയുള്ളവർക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഇതല്ല ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡപ്പായിപ്പോയി, ഇനി അതിലൊരു പ്രതീക്ഷയില്ല. കാരണം എത്രത്തോളം അവസരം കൊടുക്കുന്നു അത്രത്തോളം ഞാനാണ് വേദനിക്കുന്നത് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളുടെ അഭിമാനം വിട്ട് ഒരാളും കളിക്കരുത് എന്നുള്ള രീതിയിലും എനിക്കിവിടെ പറയാനുണ്ട്, എടുത്തെടുത്ത് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് വളരെ പോസിറ്റീവായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരു കാര്യം ഓർക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണോ എന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റോ ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒക്കെ ഇതാക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ എനർജി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നിങ്ങൾക്കുള്ള മെസ്സേജസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.